എന്നാൽ ഇന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഷാഫി പറമ്പിൽ പറഞ്ഞ വാചകങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം. രാഷ്ട്രീയമായ സൗഹൃദമാണ് രാഹുലുമായി ഉണ്ടായിരുന്നത്. വളർന്നുവരുന്ന യുവ നേതാക്കളെ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികം. ആ രീതിയിലുള്ള പിന്തുണ, ആ പിന്തുണയാണോ നമ്മൾ കണ്ടത്? എന്നാലും നമുക്ക് ഷാഫി പറമ്പിൽ പറഞ്ഞതൊന്ന് കേൾക്കാം. ഞങ്ങൾ ആരും കൈക്കൊണ്ടിട്ടില്ല. പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് എന്ത് സാങ്കേതികത അതിന് പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ, പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവരെ വളർന്നു വരുമ്പോൾ അതിൽ സംഘടനാ പ്രവർത്തന മികവാണ് താൻ പരിഗണിച്ചത്. ക്രിമിനൽ പരാതികൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഷാഫിയാണ് നമ്മൾ കേട്ടത്. സായ്കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് സായ്കുമാർ. ഷാഫി പറമ്പിൽ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് എനിക്കും സായ്കുമാറിനും ഷാഫി പറമ്പിലിന്റെയും രാഹുലിന്റെയും സൗഹൃദം കണ്ടിട്ടുള്ള മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ തള്ളിപ്പറയുമ്പോഴും ആ ക്രിമിനൽ ആക്ടിവിറ്റിയെക്കുറിച്ച്, ചെയ്ത കുറ്റത്തെക്കുറിച്ച് തള്ളിപ്പറയാൻ, രാഹുൽ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പാർട്ടി എടുത്ത നടപടി അംഗീകരിക്കുന്ന ഷാഫി പറമ്പിലിന് കഴിയാത്തത് എന്താണ് സായ്കുമാർ? തീർച്ചയായും സുജ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വാക്കുകൾ കൊണ്ട് പോലും ഒന്ന് മുറിവേൽപ്പിക്കാൻ, വേദനിപ്പിക്കാൻ ഇപ്പോഴും ഷാഫി പറമ്പിലിന് കഴിയുന്നില്ല. അത്രമേൽ വലിയ കുറ്റം ചെയ്തു എന്ന് പാർട്ടിക്കും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും എല്ലാം ബോധ്യമുണ്ടായിട്ടും വാക്കുകൾ കൊണ്ടുപോലും ആ നേതാവിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും ഷാഫി പറമ്പിലിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ പരാതികൾ ആദ്യം തന്നെ ഷാഫി പറമ്പിലിന്റെ ശ്രദ്ധയിലേക്ക് ഈ അതിജീവിതകൾ ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അതിനൊരു മൗനാനുവാദം, അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ള വലിയ വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെ തന്നെയാണ് വിമർശിക്കുന്നത്. പാർട്ടിക്കകത്ത് രാഹുലിന്റെ സംരക്ഷണ വലയം എന്നുള്ളത് അതാണ്. എം എ ഷഹനാസിന്റെ പരാതി, രേഖാമൂലമുള്ള പരാതി ലഭിച്ചിട്ടില്ല എന്ന് ഷഹനാസ് വെളിപ്പെടുത്തുമ്പോഴും പറയുന്ന ഷാഫി പറമ്പിലിനെ ഇന്ന് ഇപ്പോഴും നമ്മൾ കാണുകയാണ്. അതിജീവിതമാർ രണ്ടുപേരുടെ പരാതി നിയമ സംവിധാനത്തിന് മുന്നിലുള്ളപ്പോഴും ആ പരാതിയിലെ കുറ്റകൃത്യത്തെക്കുറിച്ച്, ആ കുറ്റകൃത്യം ചെയ്ത രാഹുലിനെ തള്ളിപ്പറയാൻ, പണ്ട് സൗഹൃദം ഉണ്ടായിരുന്ന, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം സൗഹൃദമുള്ള ആളാണെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ ആർജവം കാണിക്കുന്നില്ല? ആ ചോദ്യം അവിടെ ബാക്കിയാണ്.